അമേരിക്കൻ പ്രസിഡന്റിന്റെ ക്ഷണം ഒരു ഏഷ്യൻ രാജ്യം നിരാകരിക്കുക അല്ലെങ്കിൽ വേണ്ടെന്ന് വയ്ക്കുക എന്ന് വെച്ചാൽ അതിന് ചില്ലറ ധൈര്യമൊന്നും പോരാ. ജയസൂര്യൻ സാർ, ഞാൻ പറയുന്നത് ഇന്ത്യയുടെ കാര്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ആ ക്ഷണം തിരസ്കരിച്ചു എന്ന് മാത്രമല്ല, ട്രംപിനോട് പറഞ്ഞിരിക്കുകയാണ് എന്തുകൊണ്ട് ഞങ്ങൾ പാകിസ്ഥാനുമായി ഒരു മധ്യസ്ഥതയിലെത്തി, അല്ലെങ്കിൽ വെടിനിർത്തൽ എന്തുകൊണ്ടുണ്ടായി എന്നുള്ളത്. അപ്പോൾ ഡൊണാൾഡ് ട്രംപിനോട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരിക്കുന്നു എന്താണ് ഇന്ത്യയുടെ നിലപാടെന്ന്. ഇതിനെ ചുറ്റിപ്പറ്റിയാണ് കാര്യങ്ങൾ നടക്കുന്നത്, അല്ലെങ്കിൽ ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. ട്രംപ് ഇന്നലെ നടത്തിയ അത്താഴ വിരുന്ന്, അല്ലെങ്കിൽ അസീം മുനീറിന് നൽകിയ വിരുന്ന് ഇന്ത്യയെ ചൊടിപ്പിച്ചു എന്ന് കൂടി വേണ്ടേ കരുതാൻ. രണ്ട് ചോദ്യങ്ങൾ ഇവിടെ. സമീപകാല ലോക ചരിത്രത്തിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ ക്ഷണം നിരസിച്ച ഒരു സംഭവം ഇല്ല. അത് അമേരിക്കക്കെതിരെ, പ്രത്യേകിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ ഇന്ത്യയും നരേന്ദ്രമോദിയും നടത്തിയ അതിശക്തമായ ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ്. അതായത് നരേന്ദ്രമോദി ഈ ട്രംപിനെ ഒന്ന് നേരിട്ട് കാണാൻ വേണ്ടി നടക്കുക, നേരിട്ട് കണ്ടിട്ട് വേണം കുത്തിനെ പിടിച്ചു നിർത്തി 4 ചോദ്യം ചോദിക്കണം എന്നാണ്. കാരണം ലോകം മുഴുവൻ പറന്നു നടന്ന് ഞാനാണ് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള പ്രശ്നം തീർത്തത്, എനിക്ക് നോബൽ പ്രൈസ് തായോ എന്ന് പറഞ്ഞ് നിലവിളിച്ച് ഓടുകയായിരുന്നു ട്രംപ്. എന്നിട്ട് അദ്ദേഹം മാന്യമായ രീതിയിൽ ആദ്യം നരേന്ദ്രമോദി പറഞ്ഞു അങ്ങനെ ഒരു മധ്യസ്ഥതയും ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടില്ല, ആവശ്യപ്പെടുകയുമില്ല. പക്ഷെ വീണ്ടും അദ്ദേഹം ആവർത്തിച്ചു. ട്രംപ് എന്താണ് ആവർത്തിച്ചത്? ഞങ്ങളുടെ ട്രേഡ് ഡീലുകൾ ചർച്ച ചെയ്തു, അങ്ങനെയാണ് സമാധാനത്തിലേക്ക് എത്തിയത്. ഇന്ത്യയുമായി ഒരു കച്ചവട ബന്ധത്തിന്റെ പേരിൽ പാകിസ്ഥാനുമായിട്ടുള്ള വിഷയം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ലോകം ചിരിക്കും. എങ്കിലും ട്രംപിന് അങ്ങനെ പറയാനുള്ള വിവരം മാത്രമേ ഇപ്പോഴുള്ളൂ. പ്രായമൊക്കെ ഒത്തിരി ആയില്ലേ, അൽഷിമേഴ്സ് ഒക്കെ ബാധിച്ചു കാണും, പിന്നെ ആക്രാന്തവും മൂത്തിട്ടുണ്ടാവും. ഇപ്പൊ മരിക്കുന്നതിന് മുമ്പ് ഒരു നോബൽ പ്രൈസ് കിട്ടണമെന്ന് കാരണവർക്ക് വലിയ ആഗ്രഹമാണ്. പക്ഷേ ഇതങ്ങനെ വിട്ടാൽ ഒക്കില്ലല്ലോ. അതുകൊണ്ട് പറയേണ്ടത് മുഖത്ത് നോക്കി പറയണം എന്ന് കാത്തിരിക്കുകയായിരുന്നു നരേന്ദ്രമോദി. അപ്പോഴാണ് G7 രാഷ്ട്രങ്ങളുടെ സമ്മേളനം കാനഡയിൽ നടക്കുന്നത്. കാനഡ എന്ന് പറയുമ്പോൾ അമേരിക്കയുടെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യമാണ്. പക്ഷെ നരേന്ദ്രമോദി കാനഡയിൽ എത്തുന്നതിന് മുൻപ് ട്രംപ് സ്ഥലപ്പെട്ടു. ട്രംപ് വളരെ ബുദ്ധിമാനാണ്. നരേന്ദ്രമോദി എത്തിക്കഴിഞ്ഞാൽ പിന്നെ ലോക ശ്രദ്ധ മുഴുവൻ മോദിയുടെ നേരെയാകും, ട്രംപ് അവിടെ പിന്നിലാകും എന്ന് അറിയാവുന്ന ബുദ്ധിമാനായ അയാൾ പെട്ടെന്ന് അമേരിക്കയിലേക്ക് മടങ്ങി. എനിക്ക് ഭയങ്കര തിരക്കുണ്ട്, ഇറാനിൽ നിന്ന് വിളിക്കുന്നു. നമ്മുടെ മലയാള സിനിമയിൽ ഏതൊരു എന്നെ ആരാണ്ട് വിളിച്ചല്ലോ എന്ന് പറഞ്ഞ് പോകുന്ന പോലെ അങ്ങ് പോയി. അത്ര വലിയ അത്യാവശ്യമായിരുന്നെങ്കിൽ ഇദ്ദേഹം അവിടെ ചെന്നിട്ട് പിന്നെ എന്തിനാണ് നരേന്ദ്രമോദിയെ തിരിച്ചു വിളിച്ചത്? നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ച് 35 മിനിറ്റ് നേരം സംസാരിച്ചു. ആ 35 മിനിറ്റ് സംഭാഷണത്തിൽ നരേന്ദ്രമോദി രാജ്യത്തിന്റെ നിലപാട് ഒരിക്കൽ കൂടി വ്യക്തമായി പറഞ്ഞു. യാതൊരു വിധത്തിലുള്ള മധ്യസ്ഥതയും ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടില്ല. ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും സൈനിക മേധാവികൾ തമ്മിലാണ് വെടിനിർത്തൽ കരാർ ഉണ്ടാക്കിയത്. അത് ആവശ്യപ്പെട്ടത് പാകിസ്ഥാനാണ്, ഇന്ത്യ അല്ല. അതിൽ യാതൊരു ബാഹ്യ ഇടപെടലും ഒരിക്കലും ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള യാതൊരു ബാഹ്യ ഇടപെടലുകളും ഇന്നോ അല്ലെങ്കിൽ ഭാവിയിലോ ഇന്ത്യ ആഗ്രഹിക്കുന്നുമില്ല, അതൊട്ട് സമ്മതിക്കുകയുമില്ല. ഇത്രയും കാര്യം വളരെ വ്യക്തമായി അദ്ദേഹം പറഞ്ഞു. അപ്പോഴാണ് ട്രംപിന് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായത്. അപ്പോൾ ട്രംപ് പറഞ്ഞു, തിരിച്ചു പോകുന്ന വഴി ഇവിടെ വന്ന് ഒരു ചായയൊക്കെ കുടിച്ച് നമുക്ക് സംസാരിച്ചിട്ട് പോകാം എന്ന നിലയിലേക്ക് ട്രംപ് പരുങ്ങി. എങ്ങനെയെങ്കിലും മോദിയെ തന്റെ വശത്താക്കണം. കാരണം മോദി ഇടഞ്ഞു നിന്നാൽ നോബൽ പ്രൈസും കിട്ടില്ല, ഇപ്പൊ എടുത്ത സ്റ്റാൻഡ് തെറ്റാണെന്ന് ലോകം ധരിക്കുകയും ചെയ്യും. പക്ഷേ മോദി അതിന് കൊടുത്ത മറുപടിയാണ് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള തിരസ്കാരം. അദ്ദേഹം പറഞ്ഞു, എനിക്ക് സമയമില്ല, നേരത്തെ നിശ്ചയിച്ചത് പ്രകാരം ക്രൊയേഷ്യയിലേക്കുള്ള സന്ദർശനത്തിന് ഞാൻ പോവുകയാണ്, അതുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റുമായി സംസാരിക്കാൻ എനിക്ക് ഇപ്പോൾ സമയമില്ല. മാത്രമല്ല പറയേണ്ടതെല്ലാം ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, അതിൽ കൂടുതൽ ഇപ്പോൾ ഒന്നും സംസാരിക്കേണ്ട ആവശ്യവുമില്ല. ഞാനിതൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഞാനങ്ങ് പറയുന്നു എന്ന് ആരും ധരിക്കരുത്, ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ധരിക്കരുത്. ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റും തമ്മിൽ നടത്തിയ സംഭാഷണത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടത്. ആ സംഭാഷണങ്ങളെ വിശദാംശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാനിത് സംസാരിക്കുന്നത്. കാരണം രാഷ്ട്രത്തലവന്മാർ തമ്മിൽ സംസാരിക്കുന്നത് രഹസ്യ സംഭാഷണമൊന്നുമല്ല, 2 രാജ്യങ്ങൾ തമ്മിലുള്ള സംഭാഷണമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സമീപകാല ലോക ചരിത്രത്തിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ ക്ഷണം നിരസിക്കുകയും
അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത് തെറ്റാണ്, ഞങ്ങളാണ് ശരിയായിട്ടുള്ള പാതയിൽ ഉറച്ചു നിൽക്കുന്നത് എന്നുള്ള കാര്യം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അതായത് ലോകത്തിന് ഇനി സംശയം വേണ്ട, അമേരിക്ക ഇടപെട്ടിട്ടാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിച്ചത് എന്നൊരു സംശയം ലോകത്തിന് ആർക്കും വേണ്ട എന്ന മട്ടിലാണ് നരേന്ദ്രമോദി കാര്യങ്ങൾ വളരെ വ്യക്തമായി സൂചിപ്പിച്ചത്. എന്നാൽ ഇതിന് പിന്നാലെ എന്താണ് അമേരിക്കൻ പ്രസിഡന്റ് ചെയ്തത് എന്നുകൂടി കാണുമ്പോഴാണ് വസ്തുത പൂർണ്ണമായി നമുക്ക് മനസ്സിലാവുക. പാകിസ്ഥാന്റെ പട്ടാള മേധാവിയായ അസീം മുനീറുമായി അമേരിക്കൻ പ്രസിഡന്റ് സംസാരിക്കുകയും കൂടുതൽ ബിസിനസ് ഡീലുകൾ ഉണ്ടാക്കാൻ തയ്യാറാണ് എന്ന് പാകിസ്ഥാനെ അറിയിക്കുകയും ചെയ്തു. ഇതിന്റെ ഉദ്ദേശം ചൈനയ്ക്കെതിരായിട്ടുള്ള നീക്കമാണ്, ഇന്ത്യക്കെതിരായിട്ടല്ല. അതായത് ചൈനീസ് ആയുധങ്ങളും ചൈനീസ് സഹായങ്ങളും മേടിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് ചൈനയെ വിട്ടൊരു കളി പാകിസ്ഥാന് പറ്റില്ല. അപ്പോൾ പാകിസ്ഥാന് മേൽ ചൈനയുടെ ആധിപത്യം നിലനിൽക്കുന്നത് അമേരിക്കയ്ക്ക് ഇഷ്ടപ്പെടുന്നുമില്ല. അതുകൊണ്ട് അമേരിക്ക ഇപ്പോൾ പാകിസ്ഥാനെ സ്വന്തം വശത്ത് ചേർത്ത് നിർത്താൻ വേണ്ടിയുള്ള പരിശ്രമമാണ് അസീം മുനീറുമായി നടത്തിയ ചർച്ച. സത്യത്തിൽ ഇത് ചൈനയ്ക്കെതിരായിട്ടുള്ള ഒരു നീക്കമാണ്. അതായത് പാകിസ്ഥാൻ ചൈനീസ് പക്ഷത്ത് നിന്ന് അമേരിക്കൻ പക്ഷത്തേക്ക് മാറിയാൽ അത് ചൈനയ്ക്ക് വലിയ ക്ഷീണമാകും, അമേരിക്കയ്ക്ക് മുൻതൂക്കമാവുകയും ചെയ്യും. ആ ഒരു നീക്കമാണ് ഇവിടെ നടത്തിയത്. എന്നാൽ ആ നീക്കങ്ങൾക്ക് മുന്നേ ഇന്ത്യയുടെ നിലപാട് വളരെ വ്യക്തമായി ഇന്ത്യൻ പ്രധാനമന്ത്രി വ്യക്തമാക്കിയതോടുകൂടി അമേരിക്കൻ പ്രസിഡന്റിന്റെ മുഖം നഷ്ടപ്പെട്ട അവസ്ഥയാണ് ഇന്നുള്ളത്. അതായത് ലോക ചരിത്രത്തിൽ ആരും ഇതുപോലെ അമേരിക്കൻ പ്രസിഡന്റോട് സംസാരിച്ചിട്ടില്ല. നേരിട്ട് ഫോണിൽ വിളിച്ച് സംസാരിച്ചപ്പോൾ വളരെ വ്യക്തമായി അദ്ദേഹം സൂചിപ്പിച്ചു, ഇനി മേലാൽ ഇതും പറഞ്ഞുകൊണ്ട് ലോകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കരുത്. നാടൻ ഭാഷയെ പറഞ്ഞാൽ അങ്ങനെ. അതായത് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ പട്ടാള മേധാവി അതുപോലെ പാകിസ്ഥാൻ പട്ടാള മേധാവിയുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് വെടിനിർത്താൻ ഞങ്ങൾ തയ്യാറാണെന്ന് പാകിസ്ഥാന്റെ പട്ടാള മേധാവി പറഞ്ഞതിനെ അംഗീകരിച്ചുകൊണ്ട് ഇന്ത്യ വെടിനിർത്തുകയാണ് ചെയ്തത്. വെടിനിർത്താനുള്ള കാരണം എന്താണ്? ഇന്ത്യക്ക് ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു. പാകിസ്ഥാന്റെ മുഴുവൻ എയർബേസുകളും തകർത്തു, പാകിസ്ഥാന്റെ മുഴുവൻ ആയുധപ്പുരകളും തകർത്തു, പാകിസ്ഥാന്റെ മുഴുവൻ റൺവേകളും കുളം തോണ്ടി കുഴിച്ചു കളഞ്ഞു, പാകിസ്ഥാൻ അനങ്ങാൻ മേലാത്ത രീതിയിൽ പിടിച്ചു കെട്ടിക്കളഞ്ഞു. അതായത് യുദ്ധത്തിൽ പാകിസ്ഥാൻ മൂക്കുകുത്തി വീണു, മുട്ടുകുത്തിയല്ല മൂക്കുകുത്തി വീണു. അപ്പോഴാണ് പറഞ്ഞത് വെടിനിർത്താമെന്ന്. പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയിട്ടാണ് ഇന്ത്യ വെടിനിർത്തിയത്. പാകിസ്ഥാനാണ് ആദ്യം വെടിനിർത്തിയത്. ഇതിനിടയിൽ വന്ന് നുഴഞ്ഞു കയറി വലിഞ്ഞു കയറി വിളിക്കാതെ വന്ന് കയറി ഞാനാണിത് ചെയ്തതെന്ന് പറഞ്ഞ എട്ടുകാലി മമ്മൂഞ്ഞിന്റെ മൂക്കിന് കൊടുത്ത ഇടിയാണ് നരേന്ദ്രമോദിയുടെ മറുപടി. അതായത് അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് അമേരിക്കയ്ക്ക് ഇപ്പൊ മനസ്സിലായി, ലോകത്തിനും മനസ്സിലായി. അതിനൊരു നരേന്ദ്രമോദി വരേണ്ടി വന്നു എന്ന് മാത്രം. ഏതായാലും ലോക ചരിത്രത്തിലെ ദോശ മറിക്കുന്ന പോലെ തിരിച്ചു മറിച്ചിട്ട ഒരു സംഭവമാണ് നരേന്ദ്രമോദിയും ട്രംപും തമ്മിലുണ്ടായ സംഭാഷണം. ഇനി ലോകത്തിന്റെ നേതൃത്വം ഞങ്ങൾക്കാണെന്നും ഞങ്ങളാണ് ലോകത്ത് എല്ലാ കാര്യവും ചെയ്യുന്നതെന്നുള്ള വീമ്പ് പറച്ചിൽ ട്രംപ് നിർത്തിയാൽ ട്രംപിന് നല്ലത്, അമേരിക്കയ്ക്കും നല്ലത്. അതാണ്. എന്തായാലും ലോക പോലീസ് ചമയുന്ന ട്രംപ് അല്ലെങ്കിൽ അമേരിക്ക ഇന്ത്യക്ക് മേൽ അത് കളിക്കാൻ വന്നപ്പോൾ കൃത്യമായി മറുപടി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകി എന്ന് വേണം കരുതാൻ. പാകിസ്ഥാനുമായി ഇന്ത്യ ഒരു വെടിനിർത്തലിലേക്ക് എത്തിയത് അമേരിക്കയുടെ സമ്മർദ്ദം കൊണ്ടാണ്. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയൊക്കെ സൂചിപ്പിച്ചതുപോലെ നരേന്ദ്ര മതിയാക്കൂ എന്ന് ട്രംപ് പറഞ്ഞതുകൊണ്ടാണ് മോദി നിർത്തിയതെന്ന് പ്രതിപക്ഷവും ഇന്ത്യയിലെ തന്നെ പല മാധ്യമങ്ങളും ആ വാർത്തയെ വളച്ചൊടിച്ചിരുന്നു. അതിനുള്ള കൃത്യമായ മറുപടിയാണ് ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപുമായുള്ള 35 മിനിറ്റോളം നീണ്ടുനിന്ന ഫോൺ സംഭാഷണത്തിലൂടെ ലോകത്തിന് മുഴുവൻ നൽകിയതെന്ന് വേണം കരുതാൻ. വ്യക്തമാണ്. താങ്ക് യു ജയസൂര്യൻ സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.